ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. മദേഴ്സ് ആൻഡ് ഡോട്ടേഴ്സ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ജിഞ്ചർ അതിൻ്റെ എൻ്റെ 4 മാസം പ്രായമുള്ള ഇഞ്ചിയുടെ വളപ്രയോഗവും പിന്നെ ഇഞ്ചിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് 2 വാക്ക് പറയുവാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി കണ്ടോ, 4 മാസം പ്രായമായതാണ്. ഇപ്പോൾ നല്ല മഴ കാരണം ഇഞ്ചിയൊക്കെ കണ്ടോ പുറത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, നല്ല തളിർപ്പുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് കിച്ചൺ കമ്പോസ്റ്റ്, ചാരം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ കരുത്തോടെ നിൽക്കാനും മറിഞ്ഞ് വീഴാതിരിക്കാനും ഒക്കെ പുതിയ തളിർപ്പുകളൊക്കെ വരാനും എല്ലാം നല്ലതാണ്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മണ്ണും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ നമുക്കതിനൊരു 10 മാസം വരെ ചാക്കിൽ വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആവശ്യമാണെങ്കിൽ പറിച്ചെടുക്കുകയും ചെയ്യാം. ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ തൊട്ട് നമുക്ക് പറിക്കാം. ഇങ്ങനെ ഇടയ്ക്കൊരു വളപ്രയോഗം ചെയ്താൽ കുറച്ച് കരുത്തോടെ കാണും. ഇത് വിളവെടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം, ഇത് നടുന്നത് എങ്ങനെയാണെന്നും ഒക്കെ കാണിക്കാം. പിന്നെ ഇഞ്ചിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, പിന്നെ വയറിന് കംപ്ലൈൻറ്റ്, ഗ്യാസ് ട്രബിൾ എന്നിവയ്ക്ക് ഇഞ്ചി നീര് കുടിച്ചാൽ നല്ലതാണ്. പിന്നെ മലബന്ധം, പൈൽസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയില്ല ഇഞ്ചി കഴിച്ചാൽ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. മുഖത്തും ശരീരത്തിലും വരുന്ന കുരുക്കൾ ഇവയെ പ്രതിരോധിക്കാൻ ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ്. ഫംഗസ് രോഗങ്ങൾ, വിട്ടുമാറാത്ത ചൊറിച്ചിൽ, പുഴുക്കടി ഇവയെല്ലാം പ്രതിരോധിക്കാൻ ഇഞ്ചിക്ക് സാധിക്കും. ശരീരത്തിൽ വരുന്ന ജോയിൻറ്റ് പെയിൻസ്, വയറുവേദന ഇവയെല്ലാം മാറുന്നതിന് വേണ്ടി ഇഞ്ചി ചേർത്ത ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. ഇത് പെയിൻ കുറയാൻ സാധിക്കും കേട്ടോ. വിട്ടുമാറാത്ത വാദത്തിൽ നമുക്ക് വാദത്തിൻ്റെ കംപ്ലൈൻറ്റ് മാറ്റുന്നതിനും ഇഞ്ചിക്ക് കഴിവുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ പറ്റുന്നത്ര കടയിൽ നിന്ന് ചെറിയ ഒരു 1/4 കിലോ വാങ്ങിയാൽ തന്നെ നമുക്കൊരു 5-6 ബാഗിൽ നടാനുണ്ടാവും. നല്ല പഴയ ചാക്ക് മതി, അതിൽ നട്ട് വെച്ചാൽ പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള ഇഞ്ചി ധാരാളം നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നാളെ ഞാൻ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.